നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങ് കൊമ്പത്തൂന്ന് നിലത്തോട്ടിറങ്ങിയിട്ടുണ്ട് CPM-ന്റെ നേതാക്കൾ. പ്രത്യേകിച്ച് ധാർഷ്ട്യം കൈമുതലാക്കിയ പല നേതാക്കന്മാരും ഇപ്പോൾ അങ്ങ് അച്ചടക്കം പാലിക്കുകയാണ്. മുണ്ടഴിച്ചിട്ട് ജനങ്ങളെ കൈകൂപ്പുകയാണ്. മൊത്തത്തിൽ ഒരു പൊളിച്ചെഴുത്തിലേക്കാണ് CPM ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഗൃഹസന്ദർശന പരിപാടിയുമായി വോട്ട് പിടിക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് മുൻപിൽ ചൂളി നിൽക്കരുത്, തലകുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വരരുത്. അതിനാണ് ചില ശുദ്ധികലശം ഇപ്പോൾ CPM-ൽ നടത്തുന്നത്. അതിൻ്റെ ആദ്യ പടിയായിട്ടെന്നോണം ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കിയ CPM-കാരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതിൽ ചില പ്രമുഖരെ അങ്ങോട്ട് ചെവിക്ക് പിടിച്ച് തൂക്കി പുറത്തേക്കിട്ടിരിക്കുകയാണ് CPM ഇപ്പോൾ. ഞെട്ടിപ്പോകും ഈ പൊളിച്ചെഴുത്ത് എന്തൊക്കെയാണ് എന്ന് കേട്ടുകഴിഞ്ഞാൽ. അതായത് അങ്ങ് കണ്ണൂരിൽ മതിച്ചു പുളച്ച് നടന്ന ഒരാളുണ്ടല്ലോ, PP ദിവ്യ, പെട്രോൾ പമ്പ് ദിവ്യയൊക്കെ അടപടലം വലിച്ചെടുത്ത് പുറത്തേക്കിട്ടിരിക്കുകയാണ് ഇപ്പോൾ CPM-ലെ, കണ്ണൂരിലെ CPM-ന്റെ നേതാക്കൾ. നമ്മൾ മുൻപ് കണ്ടതാണ്, PP ദിവ്യ ജയിലിലായപ്പോൾ കണ്ണൂരിലെ നേതാക്കൾ എല്ലാവരും പോയി ആ ജയിലിന് പുറത്ത് കാത്തുകെട്ടി നിൽക്കുന്നത്. എന്നാൽ അതേ നേതാക്കൾ തന്നെ ഇന്നിപ്പോൾ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ദിവ്യയൊക്കെ ചവിട്ടി പുറത്താക്കുന്നു. എനിക്കൊന്നും വരാനില്ല, പാർട്ടി നോക്കിക്കൊള്ളും എന്നുള്ള അഹങ്കാരമായിരുന്നല്ലോ ഇതുവരെ PP ദിവ്യയ്ക്ക്. ആ അഹങ്കാരത്തിൻ്റെ മേലാണ് ഇപ്പോൾ ഒരടി കിട്ടിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നോട്ടമായിരുന്നു PP ദിവ്യയ്ക്കുണ്ടായിരുന്നത്. ഒരു MLA കസേര വരെയൊക്കെ കിട്ടുമെന്ന് സ്വപ്നം കണ്ടു കഴിയുകയായിരുന്നു. MLA കസേര പോയിട്ട് ഇപ്പോൾ ഉള്ള പദവികൾ കൂടി എടുത്തു കളഞ്ഞിരിക്കുകയാണ് CPM. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃസ്ഥാനത്ത് നിന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയെ ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ CPM-ൽ തന്നെ പല എതിർപ്പുകൾ പുകയുന്നുമുണ്ട്. PP ദിവ്യയെ മാറ്റിയതിൽ ദിവ്യയുടെ ചിങ്കിടികൾ കലിപ്പിച്ച് നിൽക്കുകയാണ്. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ കുറ്റാരോപിതയായ ദിവ്യയെ CPM ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത് കൂടാതെയാണ് ഇപ്പോൾ മഹിളാ അസോസിയേഷന്റെയും നടപടി. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ പത്തനംതിട്ടയിലെ നേതാവ് A പത്മകുമാറിനോടും ദിവ്യയോടും പാർട്ടി രണ്ടു തരം നീതി കാണിച്ചുവെന്നാണ് ദിവ്യയുടെ ശിങ്കിടികൾ മുറവിളി കൂട്ടുന്നത്. അതായത് ഇത്രത്തോളം വലിയൊരു കേസിൽ പെട്ടു നിൽക്കുന്ന പപ്പേട്ടനെ മാറ്റാതെ പപ്പേട്ടനെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നതെന്നും, എന്നാൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദിവ്യയെ മാറ്റി നിർത്തിയത് ഒട്ടും നല്ലതിനല്ല എന്നുമാണ് ദിവ്യയുടെ ശിങ്കിടികൾ കരഞ്ഞു കൂവിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും കേട്ട ഭാവം MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കാണിക്കുന്നില്ല. കാരണം PP ദിവ്യയൊക്കെ കാരണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി കിട്ടിയത്. കണ്ണൂരിൽ പോലും തിരിച്ചടി കിട്ടി എന്നുള്ളതാണ് CPM-നെ ഞെട്ടിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയവരെ, ജനങ്ങൾക്ക് വിരോധമുള്ള കുറച്ച് നേതാക്കളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തണം എന്നുള്ള ഒരു ആവശ്യം ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ആര്യ രാജേന്ദ്രനെയൊക്കെ മാറ്റി നിർത്തിയതുപോലെ തന്നെ PP ദിവ്യയ്ക്കും ഇട്ടിപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ പത്മകുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിട്ടും പത്മകുമാറിനെതിരെ പാർട്ടി നടപടി ഉണ്ടായില്ല. നവീൻ ബാബു കേസിൽ ദിവ്യക്കെതിരെ ഉടൻ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ കേസും ഇതും കൂടി കൂട്ടിക്കുഴയ്ക്കേണ്ട എന്നാണ് ഇപ്പോൾ നേതാക്കൾ മറുപടി കൊടുക്കുന്നത്. കാരണം പത്മകുമാറിനെ പൂർണ്ണമായും അങ്ങോട്ട് തള്ളിക്കളഞ്ഞാൽ പപ്പൻ പാർട്ടിക്കിട്ട് പണിയുമെന്നറിയാവുന്നത് കൊണ്ട് തൽക്കാലം പപ്പനെ മാറ്റി നിർത്താതെ എന്നാൽ ചേർത്ത് നിർത്തുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കവുമാണ് CPM പയറ്റിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ദിവ്യയുടെ കാര്യത്തിൽ അത്തരം നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല. ദിവ്യ, ആര്യ രാജേന്ദ്രൻ തുടങ്ങി ഒരു പറ്റം നേതാക്കൾ ജനങ്ങൾക്കിടയിൽ പോലും അവർക്ക് വലിയ എതിർപ്പുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരെയെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയില്ലെങ്കിൽ പാർട്ടിക്ക് പണി കിട്ടും എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പോൾ PP ദിവ്യക്കെതിരെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കണ്ണൂരിലെ മഹിളാ നേതാവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയുമായ PK ശ്യാമളയെ ഇത്തവണ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാക്കി. ആന്തൂർ നഗരസഭയിൽ വ്യവസായി ആത്മഹത്യ ചെയ്ത കേസുണ്ടായപ്പോൾ ആരോപണം നേരിട്ട ശ്യാമളയെ പാർട്ടി ഒറ്റക്കെട്ടായി സംരക്ഷിച്ചുവെന്നും ദിവ്യയ്ക്ക് അത് ഉണ്ടായില്ല എന്നുമാണ് മറ്റൊരു വിമർശനം വരുന്നത്. അതായത് ദിവ്യയ്ക്ക് നേരെ പാർട്ടി വലിയ ചതിവാണ് കാണിക്കുന്നത് എന്നുള്ള വിമർശനമാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്നാൽ ഈ എതിർ ശബ്ദങ്ങളെ, പാർട്ടിയിൽ നിന്നുള്ള വിമർശനങ്ങളെ അടിച്ചൊതുക്കാൻ തന്നെയാണ് നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത്. ക്രിമിനൽ എന്നാണ് PP ദിവ്യയെ MV ഗോവിന്ദൻ പോലും പറഞ്ഞത്.
മഹിളാ അസോസിയേഷനിലെ പാർട്ടി അംഗങ്ങളുടെ ഫ്രാക്ഷൻ യോഗത്തിൽ MV ഗോവിന്ദനാണ് ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട എന്ന് നിർദ്ദേശിച്ചത്. ഇക്കാര്യത്തിൽ ഒരു ചർച്ച വേണ്ട എന്നും കട്ടായം ഗോവിന്ദൻ പറഞ്ഞു. അതോടെ ഫ്രാക്ഷനിൽ അഭിപ്രായം പറയാനുള്ള വഴിയും അടച്ചു. ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒഴിവാക്കിയെന്നാണ് മഹിളാ നേതാക്കളുടെ മറുപടി. എന്നാൽ സംഭവിച്ചിരിക്കുന്നത് പാർട്ടി മാറ്റി നിർത്തിയതാണ്. ആ നാണക്കേടിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് താനായിട്ട് പദവി ഒഴിയുന്നു എന്നുള്ള വലിയ വിശാല മനസ്കത PP ദിവ്യ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കണം, പാർട്ടിക്ക് പോലും ഇപ്പോൾ ചില കാര്യങ്ങളിൽ ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സഖാത്തികളിൽ ചിലരെയൊക്കെ പൊക്കിപ്പിടിച്ചത് 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടിയ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ അവരെ എല്ലാവരെയും മാറ്റി നിർത്തുക എന്നുള്ള നീക്കത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. ക്രിമിനൽ കേസുകളിൽ പ്രതികളായിട്ടുള്ളവരെ മാറ്റി നിർത്തണമെന്ന് MV ഗോവിന്ദൻ തന്നെ പറയുമ്പോൾ സ്വന്തം ഭാര്യ PK ശ്യാമളയെ പിന്നെ എന്തിനാണാവോ ആ ഭാരിച്ച ചുമതല ഏൽപ്പിച്ച് എടുത്തു വച്ചിരിക്കുന്നത്? കാരണം ആന്തൂർ സാജന്റെ മരണത്തിൽ PK ശ്യാമളയുടെ അഹമ്മതിയും അഹങ്കാരവും കേരളം കണ്ടു കഴിഞ്ഞതാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയുടെ പരസ്യ അധിക്ഷേപത്തിൽ മനംനൊന്ത് 2014 ഒക്ടോബർ 14-നായിരുന്നു നവീൻ ബാബു ജീവനൊടുക്കിയത്. തുടക്കത്തിൽ ദിവ്യയെ സംരക്ഷിക്കാൻ CPM കണ്ണൂർ ജില്ലാ നേതൃത്വം വ്യഗ്രത കാട്ടിയെങ്കിലും നവീൻ ബാബുവിന്റെ ജന്മനാടായ പത്തനംതിട്ടയിലെ CPM നേതാക്കൾ കടുത്ത നടപടി വേണമെന്ന നിലപാടിലായിരുന്നു. ഗത്യന്തരമില്ലാതെയാണ് കണ്ണൂർ നേതൃത്വം ദിവ്യയെ കൈയൊഴിയാൻ നിർബന്ധിതമായത്. ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് റിമാൻഡിലായതിന് പിന്നാലെയാണ് ദിവ്യയെ ഇനിയും സംരക്ഷിച്ചാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുമെന്ന് CPMന് ബോധ്യമായത്. ജയിൽ മോചിതയായ ശേഷം പാർട്ടി നേതൃത്വവുമായി അടുക്കാൻ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും അന്ന് വരെ നിഴലായിട്ടുണ്ടായിരുന്നവർ പോലും മുഖം കൊടുക്കാതെയായി. വൈകാതെ യാത്രകളും റിസോർട്ടുമൊക്കെയായി പിടിച്ചു നിൽക്കാനും പാർട്ടി നേതൃത്വത്തിലേക്ക് തിരിച്ചു വരാനും ശ്രമിച്ചുവെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കായി ദിവ്യ നടത്തിയ അപദാനങ്ങളും പിടിവള്ളിയായില്ല. വളർത്തി വലുതാക്കിയ പ്രസ്ഥാനത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളിലേക്ക് ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്നുള്ള ബോധം ദിവ്യയ്ക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പാർട്ടിയെ പറ്റിപ്പിടിച്ച് ഇത്തിൽ കണ്ണിയായിട്ട് നിൽക്കാനുള്ള ഒരു നീക്കം തന്നെയാണ് ദിവ്യ നടത്തുന്നത്. എന്നാൽ ഇതിനിടയിൽ ദിവ്യ BJPയിലേക്ക് പോകും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. ചില പത്രവാർത്തകളായിരുന്നു അതിൽ പുറത്തേക്ക് വന്നത്. എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് PP ദിവ്യ തന്നെ രംഗത്തേക്ക് വരികയും ചെയ്തിരുന്നു. MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളെ ഉൾപ്പെടെ ഈ പറയുന്ന PP ദിവ്യയെ പിന്തുണച്ചിട്ടും അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. പാർട്ടി ഒരു പൊളിച്ചെഴുത്തിന്, ഒരു ശുദ്ധികലശത്തിന് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അപ്രീതി ഉണ്ടാക്കിയ നേതാക്കളെ മാറ്റി നിർത്തിയേ കഴിയൂ എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് CPM എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.